പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാലക്കാട് മത്സര ചിത്രം തെളിഞ്ഞതോടെ ഡീൽ ആരോപണം ഉന്നയിക്കുകയാണ് മുന്നണികൾ. ഹോട്ടൽ വ്യവസായിയെ LDF സ്ഥാനാർത്ഥിയാക്കിയത് CPIM BJP ഡീലാണെന്ന് UDF ആരോപിക്കുമ്പോൾ സിനിമാ താരം രമേശ് പിഷാരടിയെ മത്സരിപ്പിച്ചത് കോൺഗ്രസ് BJP ഡീലാണെന്നാണ് LDFും ആരോപിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ഡീൽ UDFും LDFും തമ്മിലാണ് എന്ന് BJPയും തിരിച്ചടിക്കുന്നു. സത്യത്തിൽ ഏതെങ്കിലും മുന്നണികൾ തമ്മിൽ ഡീലുണ്ടോ എന്ന കാര്യമാണ് ഇന്നത്തെ ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. ഇന്ന് ന്യൂസ് ആംഗിളിൽ വാർത്തകളുടെ വിശകലനങ്ങളുമായി നമുക്കിപ്പം ചേരുന്നത് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞ പോലെ തന്നെ പട്ടികയൊക്കെ വന്ന സമയത്ത്, ഈ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ വരുന്ന സമയത്ത്, മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നാണല്ലോ പാലക്കാട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരും പാലക്കാടിന് കുറച്ചധികം ശ്രദ്ധ കൊടുക്കും, ഇവിടേക്ക് ആരാകും വരിക എന്നുള്ളത്. പിന്നെ മാത്രമല്ല, പാലക്കാടിന് ഇത്തവണ ഒരു സവിശേഷ സാഹചര്യം കൂടിയുണ്ട്. അവിടുത്തെ നിലവിലെ MLA പാർട്ടിയിൽ നിന്നും പുറത്തായ ഒരു ഘട്ടം കൂടിയാണ്. അപ്പം ആ MLAക്ക് പകരക്കാരനായി ഇനി ആര് വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരനായിട്ട് ആരായിരിക്കും ഇനി അവിടേക്ക് വരിക എന്നുള്ളതും ഒരു ചോദ്യമായിരുന്നു. കോൺഗ്രസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, UDFിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇടതുമുന്നണിയിൽ നിന്നും തിരികെ പിടിക്കുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ തിരികെ പിടിച്ച ശേഷം തുടർച്ചയായിട്ട് അദ്ദേഹം അവിടെ ജയിച്ചു വരുന്നു. അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്ന ജനസമ്മതിയും ജനപ്രീതിയും അത്രയേറെ വലുതാണ്. അതിനുശേഷം അദ്ദേഹം MP ആയി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തന്നെ നോമിനിയായിട്ട് വരുന്നത് എല്ലാവർക്കും സമ്മതനായിരുന്നുവെങ്കിലും പ്രത്യേകിച്ച് ഷാഫി പറമ്പിന്റെ പ്രത്യേക താല്പര്യമൊക്കെ കൂടിയും പരിഗണിച്ചുകൊണ്ട് അവിടെ മത്സരിക്കാൻ വരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കുടത്തിലാണ്. പിന്നെ അദ്ദേഹത്തിന് തന്നെ കുറെ കാര്യങ്ങൾ കൊണ്ട് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കുന്നു. ഇപ്പോൾ മത്സരിക്കാൻ കഴിയാത്തൊരു അവസ്ഥ വരുന്നു. അങ്ങനെ വരുമ്പോൾ മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയോ അതല്ലെങ്കിൽ സംസ്ഥാനത്തെ കോൺഗ്രസിൽ നിന്നും ആരെയും അവിടെ ഇടാതെ, പാലക്കാട്ടേക്ക് ഇടാതെ അവിടേക്ക് കോൺഗ്രസ് പ്ലേസ് ചെയ്യുന്നത് രമേശ് പിഷാരടി എന്ന സിനിമാ താരത്തെയാണ്. UDFിന്റെ കോൺഗ്രസിന്റെ അനുഭാവിയായിട്ടുള്ള ഒരു സിനിമാ നടനെയാണ്. അങ്ങനെ തന്നെയാണ് LDFിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവിടെ LDFിന്റെയും ഒരു CPMന്റെ ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു ആളല്ല, അവരും ഒരു ഇടതുമുന്നണി അനുഭാവിയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. BJP ആകട്ടെ പാലക്കാട് എന്ന് പറയുന്നത് BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ്. തുടർച്ചയായിട്ട് വോട്ട് ഷെയർ കൂട്ടുന്ന ഒരു സ്ഥലമാണ്. അവിടെ BJP മത്സരിപ്പിക്കാൻ നിർത്തിയിരിക്കുന്നത് അവരുടെ എക്കാലത്തെയും ക്രൗഡ് പുള്ളറായ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു തീപ്പൊരി നേതാവിനെയാണ്. എവിടെ മത്സരിക്കുന്നു അവിടെയൊക്കെയും വോട്ട് വിഹിതം കൂട്ടിയിട്ടുള്ള, ജനങ്ങൾക്കിടയിൽ വളരെ സമ്മത ഉള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം ശോഭയെ നേരിടാൻ ഇത്രയും ദുർബലരായ സ്ഥാനാർത്ഥികളെ എന്തുകൊണ്ട് ഈ രണ്ട് മുന്നണികളിൽ നിർത്തുന്നു എന്ന ചർച്ച സ്ഥാനാർത്ഥി പട്ടിക വന്ന ആ നിമിഷം മുതൽ തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചതാണ്. ഇപ്പോൾ പക്ഷേ അത് സോഷ്യൽ മീഡിയയിലടക്കം ഒരു ഡീൽ അവിടെ നടക്കുന്നുണ്ടോ എന്ന രീതിയിൽ പോലും അത് എത്തിയിരിക്കുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി ഗ്രൗണ്ട് പൊളിറ്റിക്സ് അറിയാവുന്ന ആളാണ്, എന്ത് തോന്നുന്നു? സിധു, ഈ ഒരു ആരോപണം വരുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പൂർണ്ണമായും പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, ഈ 2011 ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന സമയത്ത് NN കൃഷ്ണദാസ് രണ്ടാമത് മത്സരിക്കുന്ന സമയത്ത് 2016 ഷാഫി പറമ്പിലും NN കൃഷ്ണദാസും മത്സരിക്കുന്ന സമയത്ത് ആണ് BJP അവിടെ, ശോഭാ സുരേന്ദ്രനായിരുന്നു BJP അവിടെ 2ാം സ്ഥാനത്ത് വരുന്നിരുന്നു. അന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല BJP 2ാം സ്ഥാനത്തേക്ക് വരും എന്നുള്ളത്. കാരണം അതിന് തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലും KK ദിവാകരനും തമ്മിലായിരുന്നു മത്സരം. ഷാഫി അവിടെ വിജയിക്കുന്നു. 2ാമത്തെ തെരഞ്ഞെടുപ്പിൽ NN കൃഷ്ണദാസ് ആയിരുന്നു അവരുടെ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി തന്നെയായിരുന്നു വന്നിരുന്നത്. പക്ഷേ അവസാന നിമിഷം അവിടെ BJPക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ക്രോസ് വോട്ടിംഗ് അവിടെ 2016 നടന്നിട്ടുണ്ട്. പിന്നീട് 2021 വരുമ്പോൾ ഏറ്റവും വലിയ മത്സരം നടന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2021. അന്ന് ഷാഫി പറമ്പിലിനെതിരെ മത്സരിച്ചത് ശ്രീധരനാണ്, മെട്രോമാൻ ശ്രീധരനാണ്. കോൺഗ്രസ് LDFിന്റെ സ്ഥാനാർത്ഥി അവിടെ പ്രമോദാണ്, CP പ്രമോദായിരുന്നു. അന്നും ഇത്തരം ഒരു ഡീൽ ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചിരുന്നില്ല. അന്ന് അവർക്ക് UDFന് സഹായകരമാകും എന്നതായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചതും ശ്രീധരൻ അല്ലെങ്കിൽ BJP ജയിക്കാതിരിക്കാൻ LDFിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിൽ UDFന് അനുകൂലമായ ഒരു ക്രോസ് വോട്ടിംഗ് അവിടെ നടന്നിരുന്നു. അപ്പോൾ ഈ 2 തെരഞ്ഞെടുപ്പിലും പിന്നീട് വന്ന ഉപതെരഞ്ഞെടുപ്പിലും നമുക്കറിയാം അവിടെ വലിയ ഭൂരിപക്ഷത്തിന് UDF ജയിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ BJP വരാതിരിക്കാൻ LDFിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും ഒടുവിൽ ഒരു ക്രോസ് വോട്ട് നടക്കുകയും പിന്നീട് LDFിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഒരു നഷ്ടം എന്ന് പറയുന്നത് അവരുടെ LDFിനോടൊപ്പം ഉണ്ടായിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഏറെക്കുറെ UDFിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ BJP ജയിക്കാൻ പോകുന്നു എന്ന് UDF വലിയ തോതിൽ പറയുകയും അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ച് നിർത്താനുള്ള
ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത്തവണ LDF തീരുമാനിച്ചിരിക്കുന്ന CPM തീരുമാനിച്ചിരിക്കുന്നത് അവർക്ക് ഇപ്പം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കൂട്ടുകയാണെങ്കിൽ 3 തെരഞ്ഞെടുപ്പാണെങ്കിൽ 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടി സ്വാഭാവികമായും അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കണം. അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുകൾ, പിന്നീട് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന വോട്ടുകൾ, അതെല്ലാം കൂടി കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് NMR റസാഖ് എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് വരുന്നത്. ഇപ്പോൾ NMR റസാഖിനെ പാലക്കാട് മണ്ഡലത്തിന്റെ പുറത്ത് ഇപ്പോൾ നമ്മൾ ഈ ചർച്ചകളെല്ലാം കാണുന്നതാണ്. അദ്ദേഹം ഒരു ഹോട്ടൽ വ്യാപാരിയാണ്. എന്തുകൊണ്ടാണ് ഹോട്ടൽ വ്യാപാരിയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള നിരവധി ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പാലക്കാട് മണ്ഡലത്തിനകത്തുള്ള ഒരാൾക്ക് അതിനകത്തൊരു സംശയമില്ല. കാരണം NMR റസാഖിന്റെ ഒരു സാധ്യത സ്വാഭാവികമായും LDF പരിശോധിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു സ്വാധീനം, അതോടൊപ്പം തന്നെ അവിടെയുള്ള വ്യക്തിബന്ധങ്ങൾ, അദ്ദേഹം നടത്തുന്ന ഇപ്പം അവിടെ അദ്ദേഹം ഒരു വ്യവസായി ആണെങ്കിൽ പോലും അദ്ദേഹം നടത്തിയിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ, അപ്പോൾ അതെല്ലാം ഈ വോട്ടിനെ LDFനെ സംബന്ധിച്ചിടത്തോളം ആ വോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് എന്നുള്ളതാണ്. ഏത് മുന്നണിയും നിർക്കുക, ജയിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ ആരോപണം വന്നിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു ആരോപണമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. കാരണം BJPയും CPMഉം തമ്മിൽ ഡീലാണ്. അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് റസാഖിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ അങ്ങോട്ട് വോട്ട് ചെയ്യുന്നതിന് പകരം കോൺഗ്രസിൽ തന്നെ നിൽക്കണം എന്ന് പറയാതെ പറയുന്ന ഒരു സന്ദേശമായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കാണുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി, BJP വരാതിരിക്കാൻ വേണ്ടി ആണ് ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് കൂടി കരുതിയിരുന്നെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കാതിരിക്കാൻ LDF ക്രോസ് വോട്ട് ചെയ്തതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ BJP ജയിക്കാതിരിക്കാൻ അവിടെ BJP 1-ാം സ്ഥാനത്തും CPM 2-ാം സ്ഥാനത്തും നിൽക്കുന്ന കുറച്ച് വാർഡുകളുണ്ട്. ആ വാർഡുകളിൽ വേണമെങ്കിൽ കോൺഗ്രസ് വിചാരിച്ചിരുന്നെങ്കിൽ, UDF വിചാരിച്ചിരുന്നെങ്കിൽ അവിടെ BJP ജയിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് അങ്ങനെ ഒരു സാഹചര്യം അവരുണ്ടായില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 3-ാം തവണയും BJP നഗരസഭയിൽ ഭരണം പിടിക്കാതിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി വരുമായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടുകൂടിയാകണം ഇത്തവണ CPM അവരുടെ വോട്ട് പരമാവധി, അവർക്ക് ലഭിച്ചിരുന്ന പരമാവധി വോട്ടുകൾ പിടിക്കുക, സ്വാഭാവികമായിട്ട് ജയിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ 2-ാം സ്ഥാനത്തേക്കെങ്കിലും വരിക. അങ്ങനെയെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ 1ഉം 2ഉം തമ്മിലുള്ള ഒരു പോരാട്ടം നടത്തുകയും അതിലേക്ക് ജയിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി, രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഡീൽ ആരോപണം വ്യക്തിപരമായി മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇങ്ങനെ ഈ റസാഖിന് ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് എന്നൊരു തോന്നലിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.